ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഹെയർ കെയർ ചലഞ്ചിന്റെ 7ാമത്തെ വീഡിയോ ആണ്, അതായത് ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ പാക്കൊക്കെ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. തീരെ ഗ്രോത്ത് വെക്കാത്ത ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നല്ല വോളിയം തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഹെയർ നീളുന്നുണ്ട്, പിന്നെ സ്പ്ലിറ്റ്നസ് ഡ്രൈനസ് ഒക്കെ മാറി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ചെയ്യാത്ത ആളുകൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ മുടി ഒട്ടും നീളാന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 1 വീക്കിനുള്ളിൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. നിങ്ങളെ ഹെയറിന്റെ ടെക്സ്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്രോത്ത് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു 7 ദിവസത്തെ ഹെയർ കെയർ ചലഞ്ചിന്റെ പാക്കിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് കയറി കണ്ടുനോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ഹെയർ കെയർ ചലഞ്ചിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുക്കുന്നത് 2 ഇൻഗ്രീഡിയന്റ് എടുക്കുക. നമ്മൾ ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ആഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഡ്രൈനസ് ഫ്രിസി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഹെയർ ആണെങ്കിൽ അതിന്റെ ഒരു ഡ്രൈനസ് മാറ്റി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് വെച്ചാൽ നമ്മളിപ്പോൾ ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ വെക്കുന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മൾ ആ ഡ്രൈനസ് അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ പിന്നെ നമ്മളത് പിന്നെ അത് മാറ്റിയെടുക്കാൻ നിൽക്കേണ്ടി വരും. ഈ ഒരു ഒറ്റ കാലത്ത് തന്നെ നമുക്ക് രണ്ടിന്റെയും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്നത്തെ പാക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഹെയർ കെയർ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ചാനലിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, അത് കയറി കണ്ടു നോക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. കണ്ടിന്യൂസ് എന്നാൽ 1 വീക്ക് ചാലഞ്ച് ആണ് ചെയ്തത്. അത് നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയത് ഇപ്പൊ ഞാൻ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ നാളത്തേക്ക് എടുത്തു വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ചെയ്യാം. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തോളൂ, നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഈ പാക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് മുന്നേ നമ്മൾ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതൊരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പാക്കിലേക്ക് വേണ്ട നമുക്ക് കീഴാർനെല്ലിയാണ്. കീഴാർനെല്ലിയും അതുപോലെ തന്നെ നമ്മൾ ബൃങ്കരാജ് എന്ന് പറയുന്നില്ലേ, അതാണ് കീഴാർനെല്ലി എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാവും. അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ മണി പോലെ ഉണ്ടാവും. ഈ ഒരു കീഴാർനെല്ലി നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ കഷണ്ടിയിൽ പോലും ഇതിന്റെ വേര് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയിൽ ആക്കി കഴിഞ്ഞാൽ മുടി വളരും എന്നുള്ളതാണ്. നല്ല ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ സ്കാൽപ്പ് ക്ലിയർ ചെയ്യാനൊക്കെ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ വേണ്ട ബൃങ്കരാജ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ അത് കുറേ ഒന്നും വേണ്ട, കുറച്ച് 2-3 ഒരു തണ്ട് മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഉലുവയാണ്. ഉലുവ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ സോക്ക് ചെയ്തിട്ട് എടുക്കുക ഒരു ദിവസം വെച്ചിട്ട്, അല്ലെങ്കിൽ ഒന്ന് ആ ഒരു ചെയ്യാൻ തോന്നുന്നത് കുറച്ച് മുന്നേ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ മിക്സിയിൽ ഇട്ടിട്ട് എല്ലാ ഇലയും കൂടെ വെച്ചിട്ട് മിക്സിയിലിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പേസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇതേപോലെയാണ് ഉണ്ടാവുക. അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് നമ്മളെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഒരു ഇൻഗ്രീഡിയന്റ് പറഞ്ഞല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾ മുട്ട ആഡ് ചെയ്യുക, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചെയ്യുക, അല്ലെങ്കിൽ പഴം, തൈര്, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി നല്ല രീതിയിൽ നമ്മളെ സ്കാൽപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മുടി വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് ഹെയർ ഗ്രോത്തിന് മെയിൻ ആയിട്ട് നമ്മൾ ഇത്രയും പാക്കിൽ നെല്ലിക്കപ്പൊടിയും ഉലുവേന്റെ പാക്കുമാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫ്രിസി ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വെക്കുന്നുണ്ട്. നമ്മൾ പാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏതാണോ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് കിടന്നതെങ്കിൽ നിങ്ങൾ അത്ര അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെന്ന് വെച്ചാൽ കുറച്ചൊരു ഡ്രൈ ആക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക സ്റ്റാർട്ടിങ് തേക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ വെച്ചാൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട്, ഇനി ഓയിൽ അപ്ലൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ എന്തായാലും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യാൻ വേണ്ടി. ഈ അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ജെൻറലായിട്ട് ഒരു മസാജും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അതായത് നമ്മൾ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫ്രിസി ആയി നിൽക്കുന്ന ടൈമിൽ നമ്മൾ പാക്ക് ചെയ്യരുത്. എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാക്ക് ഈ ഒരു രീതിയിലുണ്ടാവും, ഒരു ജെല്ല് പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പാക്ക് കുറച്ച് നേരം നിങ്ങൾ വേണമെങ്കിൽ വെക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് കുറച്ചും കൂടി തിക്കാവും, അതായത് ഭയങ്കരമായിട്ട് കട്ടിയാവും ചെയ്യൂല, പക്ഷെ കുറച്ചൊരു പേസ്റ്റും തീരെ ഒരു പേസ്റ്റും ആവില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുക. നമ്മൾ നല്ല രീതിയിൽ സ്കാൽപ്പ് ഫോക്കസ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു സ്കാൽപ്പിലേക്ക് മാത്രമല്ല നമ്മൾ ഹെയറിലെ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഹെയറിന് പ്രോട്ടീനും കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ രീതിയിൽ അപ്ലൈ ചെയ്യുമ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾ സ്കാൽപ്പ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ഹെയറിൽ മൊത്തത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പകുതിയൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരിക്കലും അതിൻ്റെ ഇടയിൽ കൂടെ കഴിയിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. എന്ന് വെച്ചാൽ മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര തിക്കായിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷം ഒരിക്കലും കൈയിട്ടിട്ട് നിങ്ങൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ടിങ് മുതലേ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് മൊത്തം മുടിയിൽ മൊത്തത്തിലാക്കിയെടുക്കുക. ഇത് മാക്സിമം നിങ്ങളൊരു 30 മിനിറ്റ് ഹെയറിൽ വെച്ച് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. എഗ്ഗിൻ്റെ സ്മെല്ലുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു വാഷ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഹെയറിൽ ഞാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എവിടേക്കാണോ അപ്ലൈ ചെയ്യാത്തതുള്ളത് വെച്ചാൽ അവിടെ ഒരു തണുപ്പ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ജസ്റ്റ് മെല്ലെ കൈ ഒന്ന് ജസ്റ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ അവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ കെട്ടി വെക്കുക. മാക്സിമം ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങളത് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ 7ാമത്തെ പാക്കാണിത്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുവരെ ചെയ്യാത്ത ആളുകൾ നമ്മളെ പ്ലേലിസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മളെ ഈ ഒരു ചലഞ്ചിൻ്റെ വീഡിയോ കാണാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.